നോക്കാം. ടോപ്പിക് എടുത്തെന്ന് പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു, വായിച്ചു നോക്കിയായിരുന്നോ? Direction and orientation ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പരിശോധനയില്ലേ, നമ്മുടെ ഇലക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ ആണ് പറഞ്ഞു നിർത്തിയത്. സ്റ്റാർട്ടിങ് അല്ലേ എടുത്തത്? മനസ്സിലാക്കിയില്ല. കഴിഞ്ഞു വന്നപ്പോഴേക്കും എല്ലാവരും തോന്നുന്നു. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ഷൻ ആൻഡ് ഓറിയന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? പ്രധാനമായിട്ടും ഒരു പുതിയ എംപ്ലോയി അല്ലേ, ആ എംപ്ലോയി ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് നോളജ് അല്ലെ, ഒരു അടുപ്പം കിട്ടത്തക്ക വിധത്തില് കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടാകും. എങ്കിൽ മാത്രമാണ് അല്ലെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ചിലപ്പോഴെങ്കിൽ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി, ആരോടൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അല്ലെ, അവരുടെ ഡ്യൂട്ടിയിൽ റിപ്പോർട്ടൊക്കെ ആൾക്ക് സബ്മിറ്റ് ചെയ്യണം, ഏത് രീതിയിലാണ് നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും കുറച്ച് അവയർനെസ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. സോ ഇലക്ഷൻ ആൻഡ് ഓറിയന്റേഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു വ്യക്തിക്ക് ആ ഒരു പുതിയ എംപ്ലോയിക്ക് നോളജ് പകർന്നു കൊടുക്കുക, ആ ഒരു ചുറ്റുപാടുമായിട്ട് അല്ലെ അവരുടെ പുതിയ ജോലിയുമായി ബന്ധപ്പെടുന്ന ചുറ്റുപാടുമായിട്ട് ഒരു ക്ലാരിറ്റി അല്ലെ, അത് ഒരു എന്താ പറയുക അവരടുപ്പം വന്ന് ചേർന്നത്തക്ക വിധത്തിലാക്കി എടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലെ, അത് ആ കണ്ടീഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. വീണ്ടും ഡിസ്കസ് ചെയ്യണോ? ചെയ്യേണ്ടതുണ്ടോ? വീണ്ടും ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യണോ? കണ്ടിന്യൂ ചെയ്താൽ മതിയോ? റിപ്ലൈ ചെയ്യാൻ ഡിസ്കഷൻ സ്റ്റാർട്ടിംഗ് മുതൽ എടുക്കണോ? നമുക്ക് മെസ്സേജിലേക്കാലോ നമുക്ക്?
ക്ലിയർ ആവുന്നില്ലേ ഞാൻ പറയുന്നത്? ഞാൻ വോയിസ് മ്യൂട്ടാക്കിയിട്ടുള്ളൂ. ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡൗട്ടുകൾക്ക് എന്തെങ്കിലും തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, നമ്മള് ഡൗട്ടൊന്നും ചോദിക്കാതെ രീതിയിൽ നമ്മൾ ക്ലാസ് എടുത്ത് പോയി ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോലെ ക്ലാസ് എടുത്ത് പോകും. ഓക്കെ, അപ്പൊ പരമാവധി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ജസ്റ്റ് പറഞ്ഞേക്കാം, കാരണം നമുക്ക് യാതൊരു ടെസ്റ്റ് തോന്നത്തില്ല. Okay, the process of making new employees familiar with the present employees and the practice of the organization is termed as orientation or induction. അവിടെ നമ്മൾ ഓറിയന്റേഷൻ ഓർ ഇൻഡക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. അവിടെ പുതിയ എംപ്ലോയി അല്ലെ, അവിടെ നിലവിലുള്ള എംപ്ലോയിയുമായിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായിട്ട് അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു ഫെമിലാരിറ്റി അല്ലെ, ഒരു അടുപ്പം സ്ഥാപിക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. All the activities of introducing a new candidate to the organization and the department are involved in the detection process. അല്ലെ, ഇവിടെ പലതരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഈ പരിചയപ്പെടുത്തുക എന്നുള്ള തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ആ പുതിയ എംപ്ലോയിനെ ആ ഓർഗനൈസേഷൻ അല്ലെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ പങ്കാളിയാക്കി മാറ്റുമ്പോഴുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള നമുക്ക് ഇത് വിശേഷിപ്പിക്കാം ഇൻഡക്ഷനാണ് ഓറിയന്റേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. Induction training focuses exclusively on company history, okay, the health and safety, company policies and measures, and is offered as a means of effective learning and development. തീർച്ചയായിട്ടും നമുക്കറിയാം ആ കമ്പനിയെ സംബന്ധിച്ച് അല്ലെ, അവിടെ എന്താണ് കമ്പനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, കമ്പനിയുടെ ഹിസ്റ്ററികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അത് മാത്രമല്ല എന്തെങ്കിലും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ കമ്പനിയുടേതായിട്ടുള്ള നിയമ നടപടികളും എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു അറിവ് അല്ലെ, കൃത്യമായിട്ടൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു പഠിപ്പ് ആ ഒരു പുതിയ എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കുക. അങ്ങനെ ആ ഒരു പുതിയ എംപ്ലോയിയെ നമുക്ക് എന്താണ് ഒരു എഫക്റ്റീവായിട്ട് അല്ലെ, ഫലപ്രദമായ രീതിയിൽ അവരെ വിദ്യ അഭ്യസിപ്പിച്ച് എന്താണ് അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് orientation കൊണ്ട് നടപ്പാക്കുന്നത്. Then this type of various based on individual companies. Each company should make use to subject matter to work well with its own specific need. It becomes a necessity that the introduction training program it will apply that presented in a structured, appealing and useful manner regardless of size. നമുക്കറിയാം വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്ത രീതിയിലൊക്കെ ഇത് കൈകാര്യം ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ നല്ല ഒരു ഘടനയോട് കൂടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മാനറിലൊക്കെ അവരുടെ പഠിപ്പും കാര്യങ്ങളുടെയും സ്ഥിതി അനുസരിച്ചിട്ട് തന്നെ ഓർഗനൈസേഷന്റെ ആ നേച്ചർ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാംസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇൻഡക്ഷൻ ട്രെയിനിങ് ഈസ് മെയിൻലി തീർച്ചയായിട്ടും ഒരു പുതിയ തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള ഒരു അല്ലെ കാര്യങ്ങൾ കാണാൻ വേണ്ടി നമുക്കറിയാം അല്ലെ, ഒരു അപകടം പിടിച്ചിട്ടുണ്ടാവുന്നത് എടുക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാതെ അവരെ തൊഴിലിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടികളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ പറയാണ് അപ്രോപ്രിയേറ്റ് ഇൻഡക്ഷൻ ട്രെയിനിങ് ഈസ് മെയിൻലി ലീഗൽ നെസസിറ്റി, ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെ മതിയായ ട്രെയിനിങ് പ്രോഗ്രാം, അതായത് ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം. Then it is a common duty of employers to give fresh employees or significant information and training associated with the job and mainly related to health and safety. Okay, തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് അല്ലെ ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കണം. അതോടൊപ്പം തന്നെ നല്ലൊരു ട്രെയിനിങ് ജസ്റ്റ് ആ ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ സുരക്ഷാ കാര്യങ്ങൾ, അവരുടെ ആരോഗ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് അല്ലെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. തൊഴിലുടമയെ സംബന്ധിച്ച് അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഫോമൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, അല്ലേ ചെയ്യണോ? Yeah.
ഏതാണോ ചെയ്യും സൗണ്ടിൽ എന്തെങ്കിലും വേരിഫിക്കേഷൻ വ്യത്യാസം വരുത്താണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ ആണോ? നിങ്ങൾ വീണ്ടും മീനിങ് പറയേണ്ടതുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ വോയിസ്? വോയിസ് ഓക്കെ ആണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്താണ്, ഓറിയന്റേഷൻ എന്നുള്ളത് ക്ലിയർ ആയോ? ഓറിയന്റേഷൻ ഓക്കെ ആണോ? അതായത് നമ്മുടെ പുതിയ എംപ്ലോയി ആകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പുതിയ അറിവുകൾ ഏതൊരു ഓർഗനൈസേഷൻ, ഏതൊരു കമ്പനി ആണെങ്കിലും നമ്മളിപ്പോ ഇൻ കേസ് അല്ലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് തുടങ്ങുന്ന ഒരു കമ്പനിയിലേക്കാണ് ഒരു പുതിയ എംപ്ലോയിയെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നെങ്കിൽ എന്താണ് ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെ പ്രൊഡക്ഷൻ ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയിനെ ഏത് ബ്രാഞ്ചിലാണോ അല്ലെ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണോ അല്ലെ, ഏത് ബ്രാഞ്ചിലേക്കും വേണമെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ നടത്താം അല്ലെ. പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ഒരു ചെറുപ്പ മേഖലകളിലേക്ക് ആയിരിക്കാം. അപ്പൊ അതൊക്കെ ഏത് മേഖലകളിലേക്കും ആ വ്യക്തിയെ നിയമിക്കാനായിട്ട് സാധിക്കേണ്ടത്. സോ അങ്ങനെ ആ വ്യക്തിയെ നിയമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ കമ്പനിയെ സംബന്ധിച്ചും എന്താണ് ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് അവർക്ക് പകർന്നു കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ചില ഡ്യൂട്ടികളൊക്കെ അല്ല ഓപ്പറേറ്റിംഗ് അല്ലെ അവിടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ ചിലപ്പോൾ പ്രിക്കോഷൻസ് അല്ലെ അവിടെ എന്തെങ്കിലും അപകടം പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. സോ എന്താണ് അത്തരത്തിലുള്ള പ്രിക്കോഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുക. അതായത് പുതിയ എംപ്ലോയിക്കും അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു കോമൺ ഡ്യൂട്ടിയാണ് അല്ലെ. അതായത് ഉടമയെ സംബന്ധിച്ച് ഒരാളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ്. അത് മാത്രമല്ല പറയുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു വശം കൂടിയാണ് അതാണ്. കാരണം എന്തെങ്കിലും അല്ലെ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗലി എന്തെങ്കിലും ഫേസ് ചെയ്യാൻ അല്ലെ ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് വരും. സോ അതുകൊണ്ട് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ പുതിയ എംപ്ലോയിക്ക് ഒരു ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പ്രോസസ്സാണ് അവിടെ നിർവഹിക്കുന്നത്. ക്ലിയർ ആണോ? വോയിസിന്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു റോബർട്ട് ആൻഡ് മാത്യൂസ് അല്ലെ ഇവിടെ എന്താണ് റോബർട്ട് എൽ മാത്യൂസിന്റെ അഭിപ്രായത്തിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. Orientation is the process of a planned introduction of employees to their jobs, their workers and the organization. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്തിനെ കുറിച്ച് വേണ്ടിയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷനില് അല്ലെ അവിടെയുള്ള ആ ഒരു ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സഹപ്രവർത്തകർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രോസസ്സ്, അത് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെ അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്ന മാതിരി കൈകാട്ട് പഠിക്കാതിരിക്കുക. പക്ഷെ ആരാണ് ഏത് രീതിയിൽ എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള വ്യൂ പോയിന്റ്സ് എന്താണെന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ റോബർട്ട് എൽ മാത്യൂസിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ച്
എന്താണ് ജോലി അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകർ ആരാണ്, എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ, എന്ത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു അറിവ് വ്യക്തിക്ക് പുതിയ എംപ്ലോയിക്ക് പകർന്നു നിർത്തുന്ന ഒരു പ്രോസസ് ആണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എൽ മാത്യൂസിന്റെ അഭിപ്രായത്തിൽ എന്താണുള്ളത്? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ? ഗ്രേ ഡെസ്ലർ എന്താണ് പറയുന്നത്? Orientation is a procedure for providing new employees with a basic background and information about the firm. Okay, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ഗ്രേ ഡെസ്ലർ എന്ന് പറയുന്നത് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെ, അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പുതിയ എംപ്ലോയീസിന് പുതിയ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അല്ലെ, ഏത് ജോലിയാണോ ആ ജോലിയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം അല്ലെ, അത്തരത്തിലുള്ള ആ പശ്ചാത്തലത്തിന്റെ ഇൻഫോർമേഷൻസ്, വിവരങ്ങളെല്ലാം പകർന്നു കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഏത് ആണോ ഏത് ഓർഗനൈസേഷൻ ആണോ അതിന്റെ ആ പുതിയ പശ്ചാത്തലത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന എംപ്ലോയീസിന് പകർന്നു കൊടുക്കുന്ന ആ പുതിയ പശ്ചാത്തലത്തിനെ കുറിച്ചിട്ടുള്ള അറിവിനെയാണ് പറയുന്നത് ഓറിയന്റേഷൻ. അപ്പൊ ഇതൊരു നടപടിക്രമമായിട്ടാണ് എന്ത് പറയുന്നത് ഗ്രേ ഡെസ്ലർ വിശേഷിപ്പിക്കുന്നത്. ഗ്രേ ഡെസ്ലർ പറയുന്നത് ഓറിയന്റേഷൻ ഈസ് എ പ്രൊസീജിയർ അല്ലെ, ഒരു നടപടിക്രമമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? പ്രൊവൈഡ് വിത്ത് ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആ ഫിലിമുമായി ബന്ധപ്പെട്ട ബേസിക് പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ന് പറയുന്നത് ഓറിയന്റേഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ എന്താണ് നമ്മളുടെ ചെയ്യണോ? നെക്സ്റ്റ് നോക്കാം. നമ്മളെ രണ്ട് ഡെഫിനിഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. എളുപ്പമായിട്ട് നോക്കാൻ എളുപ്പമാണ്. അദ്ദേഹത്തിന്റെ ഗ്രേ ഡെസ്ലർ ആണെങ്കിൽ പ്രൊസീജിയർ ആയിട്ടാണ് പറയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ പ്രോസസ് ആയിട്ടാണ് വിശേഷിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓറിയന്റേഷൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇനി പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ എന്താണ്? ഈ ഓറിയന്റേഷന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണുള്ളത്? Orientation is carried out for the following purpose. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓറിയന്റേഷൻ ഓഫ് ഇൻഡക്ഷൻ ക്യാരി ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർമലി വെൽക്കമിംഗ് എംപ്ലോയീസ് അല്ലേ, ഔപചാരികമായിട്ട് എംപ്ലോയീസിനെ വെൽക്കം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് സ്റ്റാർട്ടിംഗ് തന്നെ ജോലി അല്ലെ സ്ഥാപിക്കുകയല്ല ചെയ്ത് അവരത് തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ മാന്യമായ രീതിയിൽ വെൽക്കം ചെയ്യുന്നു അല്ലെ. ഇൻഡക്ഷൻ പ്രോഗ്രാംസ് management of various organizations are subject fresh employees formally to a procedure. അല്ലെ, അവിടെ ഒരു കൃത്യമായിട്ടുള്ള ക്രമത്തിന്റെ ബേസിലായിരിക്കും തീർച്ചയായിട്ടും മാനേജ്മെന്റ് വ്യത്യസ്ത ഓർഗനൈസേഷനിൽ വ്യത്യസ്ത രീതിയിലാണ് എംപ്ലോയീസിനെ വെൽക്കം ചെയ്യുന്നത്. കാര്യങ്ങൾ കൊടുത്തൊക്കെ അല്ലെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ തന്നെ ജോലിയിലേക്കൊക്കെ പ്രവേശിപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇൻഡക്ഷൻ പ്രോഗ്രാമിലാണ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണ് അവരെ സ്വീകരിക്കുന്ന നടപടിക്രമം ഉണ്ടാവുന്നത്. ഫസ്റ്റ്ലി മനസ്സിലാക്കുക, ഫോർമലി വെൽക്കമിംഗ് എംപ്ലോയി, ഔപചാരികമായിട്ടുള്ള സ്വാഗതം ചെയ്യുന്ന ഒരു പ്രക്രിയ ഇവിടെ നടപ്പാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ, ഫോർമലി വെൽക്കമിംഗ് എംപ്ലോയീസ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓവർകമിംഗ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ അല്ലേ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ ജോലിയായിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സാധ്യതകൾ അല്ലേ. ഇനീഷ്യൽ ടെൻഷൻ ഇൻ ന്യൂ എംപ്ലോയീസ് കൺസേണിംഗ് ദി ഓർഗനൈസേഷൻ ഇറ്റ്സ് കോമൺ അല്ലേ. അവർക്ക് പൊതുവെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു പുതിയ തൊഴിലാവുമ്പോൾ നാച്ചുറലി എല്ലാവർക്കും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Then maybe this nervousness is not handled properly. It might result in a creation of a negative perception about the organization and ultimately leads to dissatisfaction and hostility. നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു നമ്മുടെ മനസ്സിലുള്ള ആ ടെൻഷൻ അത് പ്രോപ്പർലി കൂടുതലായിട്ട് ഇങ്ങനെ കൂടുതൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷനിൽ പോകാൻ ഒരു പേടി ഒരു ഉത്കണ്ഠ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ അല്ലെ, ഒരു തെറ്റായ ധാരണകളിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട് ഓർഗനൈസേഷനെ കുറിച്ച്. കാരണം
ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു അറിവുമില്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും അപ്പൊ എന്തൊക്കെ കുട്ടികളാണ് ചെയ്യിപ്പിക്കാനുള്ളത് അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ. അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷൻ വേണ്ട, ഫസ്റ്റ്ലി ഇംപ്രഷൻ കിട്ടുന്നില്ല എന്നൊക്കെ ഒരു മൈൻഡിൽ തന്നെ തിരിച്ചു പോകാനൊക്കെ ആയിട്ടുള്ള ടെൻഡൻസി. അതേസമയം ഒരു ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ജോലി സ്ഥിതിവിശേഷിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ഓറിയന്റേഷൻ ബേസിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് അത്യാവശ്യം അറിവുകളൊക്കെ നേടാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ പറയുകയാണ് അവർക്ക് ഓവർകമ്മിങ് ഇനീഷ്യൽ ബിസിനസ് ആൻഡ് ഡെസിജേഷൻ അല്ലെ ഒരു ബുദ്ധിമുട്ട് ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു വെറുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ PDC പ്രോഗ്രാമിലൂടെ സാധിക്കുന്നതിനുള്ള this initial nervousness and hesitation can be easily tackled with orientations. അതായത് ഓറിയന്റേഷൻ ടൈമിൽ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഒരു ബുദ്ധിമുട്ട് പേടി ആ ഉത്കണ്ഠയൊക്കെ നമുക്ക് ഉന്മൂലനം ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന ആ സാഹചര്യങ്ങളിൽ തന്നെ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. Second point പറയുന്നു overcoming initial resistance and hesitation. Okay, firstly formally welcoming employees, then second ആണ് ആ ഉൾപ്പെടുത്തിയ പേടിയൊക്കെ മാറിപ്പോകാനായിട്ടുള്ള സാധ്യതകളെ ഇത് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ. മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതായിരിക്കും. പക്ഷേ എന്താ പറയുക, സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്ലിയർ ഔട്ട് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പേരായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിലായെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ. എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ new employees to know about the job department organization and people. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് വിവരങ്ങൾ പുതിയ എംപ്ലോയിക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പുതിയ എംപ്ലോയി കിട്ടുമ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവരുടെ ജോലി അല്ലെ. അവർക്ക് പുതിയ എംപ്ലോയിക്ക് പല കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടാവും അല്ലെ. ആരൊക്കെയാണ് നമ്മുടെ സുപ്പീരിയേഴ്സ്, ആരൊക്കെയാണ് അവർക്ക് സഹപ്രവർത്തകരാണെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടിയാണ് അല്ലെ. അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് അവൈലബിൾ ഉണ്ടാവും. അപ്പൊ ഈ ഓറിയന്റേഷൻ ടൈമിലൊക്കെ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നു. For example, the organization can provide training and development programs for enhancing career opportunities and give information about the growth prospects available to the employees. Okay, നമുക്കറിയാം ഈ ഓറിയന്റേഷൻ ടൈമിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഒരു ട്രെയിനിങ് പാക്കേജ് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ തന്നെ 2-3 ദിവസം അവർക്ക് ഒരു ട്രെയിനിങ് ലഭ്യമാക്കി കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കാണ് അവരുടേതായിട്ടുള്ള അല്ലെ അവരുടെ നോളജ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പുതിയ ട്രെയിനിങ്ങുകളൊക്കെ ഒത്തൊരുമിച്ച് പോകുമ്പോഴെന്താണ് അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവരുടെ കരിയർ ഒക്കെ ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് നോളജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നു. In return, the organization can also get information about the employees, their background and their individual career plans. Okay, അതോടൊപ്പം തന്നെ ഓറിയന്റേഷൻ ഓർഗനൈസേഷന് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവരെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ഓക്കെ ഉള്ള അത്യാവശ്യം ഇൻഫോർമേഷൻ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ടൈമിൽ ഉൾപ്പെടുത്താനായിട്ട് ഒരു ഇടമകൾക്കൊക്കെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ സാധ്യമാകാനായിട്ട് എന്നുള്ളതാണ്. എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ അതുപോലെ തന്നെ എക്സ്ചേഞ്ചിങ് കൈമാറ്റം ചെയ്യില്ലേ, അങ്ങോട്ട് പിന്നീട് കൈമാറ്റം ചെയ്യുകയാണ്. ഓർഗനൈസേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഡ്യൂട്ടിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ തൊഴിലാളികൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആ ഓറിയന്റേഷൻ ടൈമിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് ആ വ്യക്തിയെ കുറിച്ച് അല്ലെ ആ എംപ്ലോയിയെ സംബന്ധിച്ച് എന്തൊക്കെ അറിവും കഴിവും ഒക്കെ ഉണ്ട് എന്ന് ഓർഗനൈസേഷന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മസ്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അല്ലെ, പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവരുടെ കാര്യം മസ്റ്റായിട്ട് പഠിച്ചു പോവുക. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് അസസിങ് എംപ്ലോയീസ്. അസസിങ് എംപ്ലോയീസ് എന്ന് പറയുന്നത് even though the selection process has assessed the training needs of the employee before
and induction gives the organization another chance to repeat it. Okay, now the okay, even the selection process has assessed the training needs of the employee beforehand. Induction gives the organization another chance to repeat it. വിലയിരുത്താനായിട്ട് സാധിക്കുന്നത് അല്ലെ നമ്മളതിനെ സംബന്ധിച്ച് എത്രത്തോളം അല്ലെ എന്താണ് കാര്യങ്ങൾ കൃത്യമായിട്ട് ജീവനക്കാരെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നു നമ്മുടെ ഓറിയന്റേഷൻ ടൈമിൽ പറഞ്ഞു അവരെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് അല്ലെ അപ്പൊ അവിടെ പറയുന്നത് സെലക്ഷൻ പ്രോസസ് ട്രെയിനിങ് നീഡ്സ് സാധാരണയായിട്ട് നമ്മൾ നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ആ ട്രെയിനിങ് ടൈമിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പവർ അല്ലെ അത് കൃത്യമായിട്ട് ഗ്രഹിച്ചതിന് ശേഷമാണ് സെലക്ഷൻ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി പോകുന്നത് അല്ലെ അപ്പൊ ഇൻഡക്ഷൻ ഗീവ്സ് ഓർഗനൈസേഷൻ ഇനി വീണ്ടും ഇൻഡക്ഷനൊക്കെ അതായത് ഈ ഓറിയന്റേഷനൊക്കെ ഓർഗനൈസേഷന് കൊടുക്കേണ്ടതുണ്ടോന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അവര് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് തന്നെ അല്ലെ ആ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടോ സാധിക്കുന്നുണ്ട് അധികം ഒക്കെ ആണെങ്കിൽ വീണ്ടും ട്രെയിനിങ് കൊടുത്ത് ആവശ്യകതയില്ല അതെല്ലാം അളവ് പറഞ്ഞവരാണെങ്കിൽ അതനുസരിച്ച് തന്നെ ചെയ്യുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് അസിമുലേറ്റിംഗ് എംപ്ലോയി അല്ലേ and accelerating employees induction programs make it possible for the organization to educate the employees about the fundamentals of the job, safety regulations to be used, and make them accustomed to the other services of an organization. അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ചില ജീവനക്കാലത്ത് പുതിയ ജോലിയൊക്കെ ആകുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലെ അതാണ് അവിടെ പ്രധാനമായിട്ട് പൊരുത്തപ്പെടൽ എംപ്ലോയിയുടെ പൊരുത്തപ്പെടൽ അല്ലേ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് ഒക്കെ ലഭ്യമായി കിട്ടുന്നു സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊക്കെ കിട്ടുന്നു അപ്പൊ അതനുസരിച്ചിട്ടുള്ള സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് തീരുമാനിച്ചുറപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ ചില ജോലിയൊക്കെ ഇൻഡക്ഷൻ ടൈമിൽ തന്നെ അവരെ കൊണ്ട് മനസ്സിലാവാൻ സാധിക്കും ഓക്കെ കഠിനം അതാണ് നമ്മളെ കൊണ്ട് പറ്റാത്ത പണി എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഓറിയന്റേഷൻ സമയം വിലപ്പെട്ടതാണ് കാരണം എപ്പോഴാണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവരുടെ വ്യക്തിക്ക് ഓരോ എംപ്ലോയിക്കും തിരിച്ചറിയാനായിട്ടുള്ള സാധ്യത അവിടെ ഒരുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ആ ട്രെയിനിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണോ അല്ലെങ്കിൽ തീരുമാനിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് എംപ്ലോയീസ് അല്ലെ അത് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല അവിടെ ആ സമയം കൊണ്ട് തന്നെ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കൺട്രോളിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് ഓക്കെ തീർച്ചയായിട്ടും അടുത്തതായിട്ട് പറയുന്നത് എന്താണ് കൺട്രോളിംഗ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് എന്താണ് കൺട്രോളിംഗ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് എന്ന് പറയുന്നത് നോക്കാം if induction programs are not there then employee have to learn everything by themselves and this might increase organization expense for learning as it will cause a wastage of resource and disturbance okay അതായത് കേസ് എന്താണ് ഒരുപാട് അല്ലെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവര് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ പൊരുത്തപ്പെട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അവര് അല്ലെ വീണ്ടും വിളിക്കേണ്ടത് കേസ് റിക്രൂട്ട്മെന്റ് നടപടികളാണെങ്കിൽ നമുക്കറിയാം അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ പിടിച്ച് സെലക്ട് ചെയ്ത് അല്ലെ എംപ്ലോയീസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഹൈലി കോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും സോ അതുകൊണ്ട് തന്നെ എംപ്ലോയി അത് അക്സെപ്റ്റഡ് ആയിരിക്കും ആ ജോലിയിൽ തൃപ്തരായിരിക്കും അല്ലെ കേസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒന്നും നടപ്പെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ കിട്ടുമ്പോൾ അല്ലെ അപ്പൊ വീണ്ടും ഇങ്ങനെയുള്ള യോഗ്യരായവരെ കണ്ടെത്തേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പൊ സെലക്ഷൻ നടപടികൾ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കപ്പെടുന്നതാണ് എന്താണ്
the aspects of learning as it will post wastage for resources and work disciplines. Okay, നമുക്ക് വേസ്റ്റ് ഇല്ലാത്ത റിസോഴ്സസ് നമ്മുടെ ഉള്ള വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. വർക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. The same way when the employee are not able to meet their expectations with the reality, they might finally quit the organization. After the HR expenditure associated with the recruitment and selection of ഞാൻ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടാന് വീണ്ടും എന്താണ് അവർ അവിടെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. സോ എന്താണ് അവിടെ HR റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തിയിട്ട് എംപ്ലോയീസിനെ കണ്ടെത്തേണ്ട അവസ്ഥ ഇവരുടെക്ക് വരികയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ പോസ്റ്റിനെ റിസോഴ്സ് പോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും വായിച്ചു നോക്കേണ്ടതുണ്ടോ? വായിച്ചു നോക്കുക. Okay, വായിച്ചു നോക്കിയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ്. ഓറിയന്റേഷൻ ഒക്കെ കിട്ടുമ്പോൾ എന്താണ് നോക്കാം. Team spirit among the colleges is facilitated when the orientation program is conducted for a group of new employees. Okay, നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും സഹപ്രവർത്തകരോട് കൂടിയിട്ട് തന്നെ അവർക്കത് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. In addition, the capability of each member to work in a group can also be evaluated through the verification of a team work in the election programs. അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ഈ പ്രോഗ്രാമുകളെല്ലാം ഗ്രൂപ്പ് വഴി അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് വ്യത്യസ്തമായിട്ട് തന്നെ അവരവരുടെ ആ ഗ്രൂപ്പുകളൊക്കെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് റിസൾട്ടുകൾ ലഭ്യമാക്കാൻ തുടങ്ങും. സോ അതനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതായത് ടീം സ്പിരിറ്റോട് കൂടിയിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടീം സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ശുഷ്കാന്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ പ്രധാനം ചെയ്യുന്നത്. ടീം സ്പിരിറ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുറെ ഗ്രൂപ്പ് ന്യൂ എംപ്ലോയീസ് ന്യൂ എംപ്ലോയീസിന് മൊത്തത്തിലേക്ക് ഒരു ഗ്രൂപ്പൊക്കെ ആക്കി തിരിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവര് ഒന്നിച്ച് നിന്ന് തന്നെ ഓക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ പുതിയ എംപ്ലോയികളെ ഞങ്ങളെപ്പോഴും ഒന്നിച്ച് നിന്ന് അതെപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നേടിയിരിക്കും. അതെപ്പോഴും അല്ലെ അങ്ങനെ ആ ഒരു നല്ല പേര് കേട്ട ഒരു ഗ്രൂപ്പായിട്ട് മാറും. ഇതിനൊക്കെ ഉള്ള ഒരു ടീം സ്പിരിറ്റിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോഷ്യലൈസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓറിയന്റേഷൻ കൊടുക്കുമ്പോഴുണ്ടാവുന്ന അല്ലെ അതിന്റെ റെക്കമെൻഡേഷൻ നോക്കിയാണെങ്കിൽ socialism employees. Socialization means the incorporation appropriate values
beliefs and standards in the employees in order to enable them work together with the formal as well as the informal groups. Okay, നമ്മുടെ ഫോർമൽ ആയിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനായിട്ട് ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. This obligatory belief, value and attitude among the employees are created with the help of induction programs. അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ അവിടെ വരുന്നുണ്ട്. അതായത് എപ്പോഴും എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ലൊരു മൂല്യത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതായത് എപ്പോഴും എന്താണ് ഓരോ അംഗത്തിനും കൊടുക്കേണ്ട റെസ്പെക്ട് അല്ലെ ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഒന്നിച്ച് നിന്ന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് അല്ലെ. അതല്ലാതെ ഓരോ വ്യക്തികളെയും നമ്മൾ മോശമായിട്ടൊന്നും വിലയിരുത്താനൊന്നും പാടില്ല അല്ലെ. എല്ലാവർക്കും നല്ല വാല്യൂ എന്താണ് പറയുന്നത് ഒബ്ലിഗേറ്ററി ബിലീവ്സ് വാല്യൂ ആൻഡ് ആറ്റിറ്റ്യൂഡ് മനോഭാവം വെച്ച് നോക്കുമ്പോൾ എപ്പോഴും മൂല്യമുള്ളവരാണ്. ഓരോ എംപ്ലോയീസും വിലപ്പെട്ടവരാണ് അല്ലെ. അതനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും പരസ്പരം ലഭ്യമാക്കി കൊടുക്കുന്നത്. സോഷ്യലൈസം എംപ്ലോയീസിനൊക്കെ സോഷ്യലൈസേഷൻ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവരൊന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് സമൂഹമായിട്ട് നിന്ന് അല്ലെ എല്ലാവർക്കും മൂല്യം കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഐക്യത്തോടും അതോടൊപ്പം തന്നെ സ്ട്രെങ്തായിട്ട് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഓറിയന്റേഷൻ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. So incorporating appropriate values, beliefs and standards in the employees അല്ലെ അവരവരുടെ വ്യത്യസ്ത വിശ്വാസങ്ങളും അതേപോലെ സ്റ്റാൻഡേർഡുകളും മൂല്യത്തോടു കൂടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. സോ ഇതെല്ലാം തന്നെ ഒന്നിച്ചു എല്ലാവരും എല്ലാ വർക്കേഴ്സും ഒന്നിച്ചു നിന്ന് ഒരു ഔപചാരിക ഗ്രൂപ്പായിട്ട് മുന്നേറേണ്ടതായിട്ട്. സോ അവിടെ എന്താണ് ഒരു സമൂഹം മറ്റു സമൂഹം അല്ലെ ഒരു സമൂഹത്തിൽ എന്നുള്ള രീതിയിൽ തന്നെ വ്യാപരിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഈ ഓറിയന്റേഷൻ ടൈമില് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഹെഡിങ്സുകൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവാ. ഫസ്റ്റ് ഹെഡിങ് എന്താണ് പറഞ്ഞത്? ഫോർമലി വെൽക്കമിങ് എംപ്ലോയി. സെക്കൻഡ് ആണ് ഓവർകമ്മിങ് ഇനീഷ്യൽ uneasiness and hesitation, exchanging information, assessing employees, then assimilating employees, then controlling the human resource cost, developing the team spirit, socializing the employees. Okay, clear അല്ലേ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടോ? എല്ലാവരും ഓക്കെ എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചോദ്യം പാടുക അല്ലെ. Types of orientation. Okay, types of orientation. Following are the type of orientation. പലതരത്തിലുള്ള orientation or rejection. Formal and informal orientation, individual and collective organization. Then serial or distinctive orientation. And then investiture and researcher orientation. Investiture orientation തന്നെ researcher orientation തന്നെയാണ് ഇവിടെ താഴേക്ക് വരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇല്ലാന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഇൻവെസ്റ്റർ ആയിട്ട് ഇൻവെസ്റ്റർ ഓറിയന്റേഷന് അതിന്റെ ഓരോന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ടൈപ്സ് ഓഫ് ഓറിയന്റേഷനിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള ഓറിയന്റേഷൻ അല്ലെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ. Formal orientation is a systematic method of introducing a to the organization and the nature of the working atmosphere. സ്വന്തമായിട്ടുള്ള വിദേശില്ലാത്ത കാര്യങ്ങൾ അല്ലെ നേച്ചറിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും താല്പര്യമായിരിക്കും അല്ലേ. എല്ലാവർക്കും സാധാരണമായിട്ടുള്ള
സോറി, ചെറിയ ഡിസ്റ്റർബ് ഉണ്ടായി. ഓക്കെ, നോക്കാം എന്താണ് നമ്മൾ പറഞ്ഞത്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ അല്ലെ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഔപചാരികമായിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെ. ഒരു സാധാരണ രീതിയിൽ പുതിയ എംപ്ലോയി വരുമ്പോൾ അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഫോർമൽ ഓറിയന്റേഷൻ ശക്തമായ ഒരു അന്തരീക്ഷത്തില് പുതിയ എംപ്ലോയിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഫോർമൽ ഓറിയന്റേഷൻ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ appointees to the organization, the nature of work and the working atmosphere അല്ലെ. അവിടെ ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തന്നെ അല്ലെ, ശാസ്ത്രീയമായിട്ട് നേരത്തെ പുതിയ ആസൂത്രണ രീതിയിൽ തന്നെ ഓർഗനൈസേഷനിൽ കടന്നു വരുന്ന പുതിയ എംപ്ലോയീസിനെ അവരുടെ വർക്കിംഗ് നേച്ചറും അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും അല്ലെ, അതിന്റെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സിസ്റ്റം ഇതിനെ അല്ലെ, ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. This process generally requires a lot of time from the top officials, as it requires time to study the needs of new entrants and then satisfy the same. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ എംപ്ലോയികളൊക്കെ ആവുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവ് കിട്ടണമെന്ന് അവരുടെ വലിയൊരു ആഗ്രഹമായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത തന്നെ മൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അറിവുകളൊക്കെ അവർക്ക് ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. ബട്ട് ഇറ്റ് പ്രൂവ്സ് ബെനിഫിഷ്യൽ ഇൻ ദ ലോങ് റൺ ആസ് ദിസ് പ്രോസസ് enable the new employee to commit less number of mistakes during their working period and develops a good unity with the others. Okay, അവർക്ക് പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാത്രമേ നേരത്തെ കിട്ടിയ അസിസ്റ്റന്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും അല്ലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് അവിടെ അല്ലെ ഒരു നീണ്ട നാളത്തേക്ക് അല്ലെ അവരുടെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നീണ്ട നാളത്തേക്ക് വേണ്ടി പോലും അവരുടേതായിട്ടുള്ള കരിയർ അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുത്താതെയുള്ള ആ ഒരു പ്രവർത്തനത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. During the formal orientation, the new recruits come to know about the most appropriate person to contract for different sets of work related programs. Okay, അപ്പൊ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട് അല്ലെ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല ഓർഗനൈസേഷനും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും പുതിയ എംപ്ലോയീസിന് അത്യാവശ്യം നല്ല നോളജ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് അത്യാവശ്യം അല്ലെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല നമുക്കറിയാം പുതിയ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ വരുമ്പോഴല്ലേ കോസ്റ്റ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ കോൺടാക്ട് ഫോർ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെ. പുതിയ എംപ്ലോയീസ് ആണെങ്കിൽ പുതിയ പലതരത്തിലുള്ള റിക്രൂട്ട്മെന്റ് കിട്ടും. അവർ സാമ്പത്തിക ചിലപ്പോൾ ആണെങ്കിൽ പലതരത്തിലുള്ള ബ്രാഞ്ചുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ഒക്കെ ഒന്നിച്ച് നടത്താം അല്ലെ. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണമെന്നാണ് അല്ലെ. അപ്പൊ നോക്കുക, ഇൻ ദിസ് പ്രോസസ് ഒഫീഷ്യൽ ഓഫ് ഓൾ ലെവൽസ് ആർ ഇൻവോൾവ്ഡ് ലൈക്ക് സിഇഒ, ജനറൽ മാനേജർ, അതേപോലെ ഫംഗ്ഷൻ ഡിപ്പാർട്ട്മെന്റ് സീനിയർ മാനേജർ, ലൈൻ മാനേജർ എക്സെട്ര. ഓക്കെ, നമുക്കപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓറിയന്റേഷൻ കാര്യങ്ങള് അല്ലെ എല്ലാവരെയൊക്കെ ഒന്നിച്ച് കാണാനുള്ള ഒരു കാര്യത്തിൽ നമുക്കറിയാം അവിടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ജനറൽ മാനേജറും ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും സീനിയർ മാനേജേഴ്സ് ഒക്കെ അവരെ എന്താണ് അല്ലെ അവരെ പരിചയപ്പെടുത്താനും അവരെ കൊണ്ട് അല്ലെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെ അവരൊക്കെ ഉണ്ടാവും. What's the advantages of formal orientation programs is the company might be able to win the trust of employees at the initial stage, whereas the employees are also feel it can to understand the culture, working conditions, nature of work, etc. of the organization. Okay, അപ്പൊ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എന്താ പ്രത്യേകത, അവരെ പരിചയപ്പെടാനായിട്ട് ചാർജുള്ള ആൾക്കാരുകൾ ആരൊക്കെയുള്ളത് മനസ്സിലാക്കിയ കൃത്യമായിട്ട് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ അല്ലെ, ആ ഒരു കമ്പനിയുടെ സംസ്കാര രീതിയും കണ്ടീഷനും നേച്ചർ ഓഫ് വർക്കും എല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള അറിവ് ലഭ്യമാകാനായിട്ട് ഈ ഫോർമൽ ഓറിയന്റേഷൻ കൊണ്ട് സാധിക്കും. കാരണം അവര് അടുത്ത ഷെഡ്യൂളിൽ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡോട് കൂടിയിട്ട് അറേഞ്ച് ആയിട്ടാണ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒഫീഷ്യൽസ് അല്ലെ മെയിൻ ആയിട്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, എന്തൊക്കെ ഡ്യൂട്ടിയാണ്, എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ടുള്ള അപകട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ
പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ആദ്യ എംപ്ലോയിക്ക്. ക്ലിയർ ആണോ? ആണോ? ഓക്കെ ആണോ? ഫോർമൽ ഓറിയന്റേഷൻ. ഓക്കെ. അപ്പൊ എന്തായാലും ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് അതിന് ഒരു നേരത്തെ കൂടി ഒരു സ്ട്രക്ചറോട് ഇല്ല. The formal method, informal method of induction is quite unplanned. അത് പ്ലാൻ ചെയ്ത് വെക്കാത്ത ഒരു ഓറിയന്റേഷൻ ആണ്. എന്താ പറയുക, എംപ്ലോയീസ് ഗെറ്റ് acquainted with the organization's work situations, those all experiences, and by using trial and error methods. Okay. അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ പ്രത്യേകിച്ച് പ്ലാന്റ് ഒന്നും ആയിരിക്കില്ല അല്ലെ. അവിടെ എന്താണോ ഓർഗനൈസേഷനിലെ വർക്കിംഗ് സിറ്റുവേഷൻസ് അത് ആണ് എക്സ്പീരിയൻസിൽ തന്നെയാണ് അവർ കൈകാര്യം ചെയ്ത് അവർ പോയിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത്. ഓക്കെ. ബട്ട് ഇൻ കേസ് ന്യൂ എംപ്ലോയീസ് ഡു ദെയർ വർക്ക് പ്രോപ്പർലി എങ്കിലും അവർ അവരുടെ വർക്കൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യും. ഡ്യൂ ടു ദിസ് ദേ either commit mistake from time to time or they tend to leave their jobs at a slightly opportunity. അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് അല്ലെ അവിടെ ടൈം ടു ടൈമിൽ തന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ വേണമെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അവിടെ കുറച്ചും കൊണ്ട് വന്ന് ലഭിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ അല്ലെ തൊഴിൽ സംബന്ധമായിട്ട് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് നോക്കാം but the company also need to invest time and money in the recruitment process again. Okay. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്ന് പറയുമ്പോൾ അവിടെ വിട്ടു പോകാനായിട്ടുള്ള സാധ്യത അല്ലെ അത് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് നേരത്തെ കൂടി ഒരു ഇൻഫോർമേഷനും അല്ലെ ഒരു പ്ലാൻഡ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രഹിക്കാനൊന്നും പറ്റില്ല. അതേസമയം ഫോർമൽ ആണെങ്കിൽ നേരത്തെ കൂടി പ്ലാൻഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് അറേഞ്ച്മെന്റ്സ്, എന്തൊക്കെയാണ് വർക്കിംഗ് കണ്ടീഷൻ, എന്തൊക്കെയാണ് ഹസാർഡ്സ് എന്നൊക്കെ കൃത്യമായിട്ടൊരു രൂപരേഖ ഉണ്ടാവും. അതേസമയം ഇത് ഇൻഫോർമൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇൻക്രീസ് ദ ലേബർ ടൈം അവിടെ ഫോർമൽ ആകുമ്പോൾ ഒരു പ്ലാന്റ് അല്ല അവരെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ടുകളൊക്കെ അവരുടെ മനസ്സിൽ തന്നെ കിടപ്പുണ്ടാവും. സോ അവരെന്ത് ഈ കടയിലേക്ക് വരാൻ പറ്റിലേക്ക് പോകാനുള്ള ഇതില് അല്ലെ അവര് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കും. The company also need to invest time and money in the recruitment process again. ഓക്കെ. അത് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത, കമ്പനിയിൽ നിന്ന് ഈ തൊഴിലാളികളൊക്കെ ഓറിയന്റേഷൻ അല്ലെ രാവിലെ തന്നെ വന്നിട്ട് അവരെ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, വീണ്ടും റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തേണ്ട വരും അല്ലെ. കാരണം വേക്കൻസി അവിടെ ഫില്ലായിട്ടില്ല. സെലക്ഷൻ നടപടികൾക്ക് വേണ്ടിയിട്ട് അവരെ ഓറിയന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വിട്ടുപോകുന്നത്. അവരെന്തുകൊണ്ടാണ് വിട്ടുപോകുന്നത്, കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ അവർ സംതൃപ്തരല്ല. ഓക്കെ. ഈ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവർക്ക് ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ട്. അയ്യോ അല്ലെ എന്തെങ്കിലും അപകടം വരുമോ, അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈം എന്താണ്, ആരൊക്കെയാണ് റെസ്പെക്ടഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അങ്ങനെ ഒരുപാട് അവരുടെ ഡൗട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ കമ്പനിയിൽ വരാനായിട്ടുള്ള ഒരു സാധ്യത അല്ലെ. ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് വീണ്ടും റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തിയിട്ട് അവിടെ പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതായിട്ട് കമ്പനിക്ക് വരും. The process can be said to be advantageous only if the employee persists for a long and understand the organization totally. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ ഈ ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ നേരത്തെ കൂട്ടി അവിടെ എംപ്ലോയി ഉള്ള അല്ലെ ഒരുപാട് നാളായിട്ട് അവിടെയുള്ള എംപ്ലോയിക്ക് ആണെങ്കിൽ പുതിയൊരു പ്രൊമോഷൻ സാധ്യതയൊക്കെ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ അല്ലെ വലിയ അറിയിച്ചിട്ടില്ലാത്ത രീതിയിലൊക്കെ ഇൻഫോർമൽ ആയിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഒരു സാധ്യത. കാരണം അവർ ഓൾറെഡി അവിടെ ഇൻവോൾവഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല. അതേസമയം പുതിയൊരു എംപ്ലോയി ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോർമൽ മെത്തേഡ് ആയിരിക്കും എപ്പോഴും യൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? ചെയ്യാമോ? ടെസ്റ്റ് വായിച്ചു നോക്കാം.
എന്താണ് സൗണ്ട് ക്ലാരിറ്റിക്ക് സ്പീഡ് കൂടുതലായിട്ടാണോ തോന്നുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആണോ കാണുന്നത്? സൗണ്ട് ക്ലാരിറ്റി അതിന്റെയാണോ ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ വോയിസിന്റെ ആണോ? നോക്കാം. നമുക്കൊന്നുകൂടെ ജസ്റ്റ് നോക്കാം. വോയിസ് ആണെന്നാണ് നോക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് അതൊന്ന് നിർത്തി ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് നിങ്ങൾ ഇപ്പോ ഇലാബറേറ്റ് ചെയ്ത് എന്തായാലും പറഞ്ഞു പോകേണ്ടതുണ്ട്. ആ ഒരു കാര്യം വിട്ടിട്ട് നമുക്കൊന്നും കൂടി വോയിസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. എന്തെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ അവിടെ അപ്പൊ നമ്മള് എന്താണ് അടുത്തൊരു ഭാഗത്തേക്ക് നെക്സ്റ്റ് ടൈമിൽ പോകാം. അതായത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. ഇതുവരെയും പഠിപ്പിച്ചതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് എന്താണ് അവിടെ ഓറിയന്റേഷൻ എന്താണെന്നുള്ളത് കണ്ടു. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ പുതിയ എംപ്ലോയിയെ പരിചയപ്പെടുത്തുന്ന കാര്യമാണെന്ന് കണ്ടു. അതിന് രണ്ട് വ്യക്തികളുടെ അല്ലെ അവരുടെ വ്യൂ പോയിന്റ്സ് കണ്ടു. ഒന്നാമത്തേല് പറഞ്ഞു പ്രോസസ് അല്ലെ ഓറിയന്റേഷൻ ഒരു പ്രോസസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു. അല്ലെ വർക്കേഴ്സും അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ടും ജോലിയെ കുറിച്ചിട്ടൊക്കെ ഇൻട്രൊഡക്ഷൻ അവരെ കുറിച്ചിട്ട് ജസ്റ്റ് അറിവ് കൊടുക്കുന്ന പ്രോസസ് ആണ് ഓറിയന്റേഷൻ കണ്ടു. രണ്ടാമത്തേല് നമ്മൾ കണ്ടു പ്രൊസീജിയർ അല്ലെ അവിടെ നടപടിക്രമമാണ് ലഭ്യമാകുന്നത്. അതായത് പുതിയ നമ്മൾക്ക് ആ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ നടപടിക്രമമാണ്. നോക്കിയാവുന്നുണ്ടോ? ഫോർമലി വെൽക്കമിങ് എംപ്ലോയി എന്ന് പറയുമ്പോൾ പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ നമ്മൾ എടുത്തത്. അതായത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഫോർമലി വെൽക്കമിങ് എംപ്ലോയീസ്, സെക്കൻഡ് പോയിന്റ് ഓവർകമ്മിങ് ആൻഡ് ഹെസിറ്റേഷൻസ്. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെ ഓറിയന്റേഷൻ ടൈമിലാണ്. അതേമാതിരി തന്നെ എന്താണ് അവർക്ക് ജോലി അല്ലെ അതിനോട് ഇച്ചിരി താല്പര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഓറിയന്റേഷൻ ടൈമില് എല്ലായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിയോട് താല്പര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ഉത്കണ്ഠങ്ങളൊക്കെ പോലെ ഇട്ടിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളാണ്. എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ, അതായത് വിവരങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു. തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ കുറിച്ചിട്ടും തൊഴിലാളിക്ക് എന്താണ് ആ ഒരു ജോലിയെ സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഈ ഓറിയന്റേഷൻ ടൈമിൽ കൈമാറ്റം ചെയ്യാനൊക്കെ സാധിക്കുന്നു. കാരണം അവർ പറയുന്നതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വ്യക്തി ഏബിൾ ആണോ എന്ന് തൊഴിലുടമയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതേമാതിരി തന്നെ അസസിങ് എംപ്ലോയീസ് എംപ്ലോയിനെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ അവരുടെ ആ ഒരു പ്രോസസ്സ് അല്ലെ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വീണ്ടും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിയെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു ടൈമിൽ സാധിക്കുന്നതാണ് ഓറിയന്റേഷനായിട്ട്. തന്നെ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതായത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ അവരുടെ ആണെങ്കിൽ വീണ്ടും വ്യക്തികളെ കണ്ടെത്താനായിട്ട് അല്ലെ തൊഴിലാളികളെ കണ്ടെത്താനായിട്ട് റിക്രൂട്ട്മെന്റ് പോലുള്ള ചെലവുകളൊന്നും നടപ്പാക്കേണ്ടതില്ല. ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റ്, അതായത് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ടീം സ്പിരിറ്റ് അല്ലെ സഹപ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എല്ലാവരുടെയും മൂല്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യം വെച്ചുകൊണ്ട് തന്നെ മുന്നേറാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇൻഡക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ടൈമിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ കണ്ടു. അതിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ് നമ്മൾ കണ്ടത്. ഫോർമൽ ഓറിയന്റേഷൻ ആണെങ്കിൽ ഒരുപാടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ വിവരിച്ചു പോകണല്ലേ ചാപ്റ്റർ തീരില്ല. നമ്മുടെ കാര്യം നമുക്ക് ആഴ്ചയിൽ ഒരു അവർ ഉള്ളൂ. പരമാവധി എടുത്തു പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായി പോവുകയും വേണം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം
എന്താണ് എല്ലാ തരത്തിലുള്ള വ്യക്തികളെ കുറിച്ചും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ആ വ്യക്തിക്ക് പുതിയൊരു എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. കാരണം അത് നേരത്തെ കുട്ടികളെ സ്ട്രക്ചേർഡ് ആണ്. അതായത് നേരത്തെ കൂട്ടി ചെയ്ത് ശ്രമിച്ചിട്ടാണ് ആ ഓറിയന്റേഷൻ പ്രോഗ്രാം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെയും എന്തെങ്കിലും ഹസാർഡ്സ് എന്തെങ്കിലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും വർക്കിംഗ് കണ്ടീഷനും കൾച്ചറും എല്ലാത്തിനെ കുറിച്ചും അവർക്ക് നല്ലൊരു അവയർനെസ് ആ എംപ്ലോയിക്ക് ലഭ്യമാക്കും. അതേസമയം ഇൻഫോർമൽ ഓറിയന്റേഷന്റെ പ്രത്യേകത സ്ട്രക്ചേർഡ് അല്ല, അല്ലെ? അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ഒന്നുമില്ല. ഒരു പ്രത്യേകമായ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തൊഴിലാളികൾക്ക് എന്താണ് ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സോ അവരെന്ത് ചെയ്യും? ആ തൊഴിലിൽ നിന്ന് വിട്ടു പോകാനായിട്ട് തയ്യാറാവും, അല്ലെ? ലേബർ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ്ഡ് ആവും. സോ അങ്ങനെ വരുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് വീണ്ടും ഒരു അധിക ചെലവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം വീണ്ടും തൊഴിലാളികളെ കണ്ടെത്താൻ റിക്രൂട്ട്മെന്റ് ബാക്കിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. സോ മനസ്സിലാക്കി വെക്കുക, രണ്ടു തരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നമ്മളിപ്പോ ജസ്റ്റ് കണ്ടത്. ഒന്ന് ഫോർമൽ ആൻഡ് നെക്സ്റ്റ് വണ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഓക്കെയാണോ? വയസ്സിന്റെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കാം. സ്പീഡ് കൂടുതലായിട്ടാണോ അറിയില്ല, അല്ലെ? നമ്മൾ സ്പീഡിലാണ്, പക്ഷെ വീണ്ടും ഞാൻ എടുത്തപ്പോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നിയോ? ഇത് റെസ്പോണ്ട് ചെയ്യാം. ചെയ്യണം. ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.